വർഷം 2009. അക്കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഷുഹൈബ് മാലിക്കിന്റെ നേതൃത്വത്തിൽ 8 താരങ്ങൾ ഒന്നിച്ചു കൂടുന്നു. മുൻ നായകൻ ഇൻസമാമുൽ ഹക്കിന്റെ വീട്ടിൽ ഒന്നിച്ചിരിക്കാനായിരുന്നു താരങ്ങളുടെ പദ്ധതി. ദീർഘനേരത്തെ കൂടിയാലോചനകൾക്ക് ശേഷം 8 പേരും നിർണായകമായൊരു തീരുമാനമെടുക്കുന്നു. അന്ന് ടീമിനെ നയിച്ചിരുന്ന യൂനിസ് ഖാന്റെ കീഴിൽ തങ്ങൾ കളത്തിലിറങ്ങില്ലെന്നായിരുന്നു ആ അസാധാരണ തീരുമാനം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങാതിരിക്കാൻ മതഗ്രന്ഥത്തിൽ തൊട്ട് ശപഥം ചെയ്ത ശേഷമാണ് 8 പേരും പിരിഞ്ഞത്. അന്ന് ഇൻസമാമുൽ ഹക്കിന്റെ വീട്ടിൽ നടന്നത് രഹസ്യ സ്വഭാവമുള്ള യോഗമായതിനാൽ സംഭവത്തെക്കുറിച്ചുള്ള ആധികാര രേഖകളൊന്നും ആരും പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ യോഗത്തെക്കുറിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തനിക്കെതിരെ വലിയ വിഭാഗീയത ടീമിൽ രൂപപ്പെടുന്നതായി ബോധ്യപ്പെട്ട യൂനിസ് ഖാൻ പ്രശ്നം വഷളാക്കാതെ നായകസ്ഥാനം മുഹമ്മദ് യൂസഫിന് കൈമാറി. പൊതുവെ സൗമ്യനായിരുന്ന യൂസഫിനെതിരെയും ടീമിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ പാക് ക്രിക്കറ്റ് ബോർഡ് ഏകദിന നായകനായി ഷഹീദ് അഫ്രീദിയെയും T20 നായകനായി ഷുഹൈബ് മാലിക്കിനെയും നിയോഗിച്ചു. പന്തിൽ കൃത്രിമം കാണിച്ച് അഫ്രീദി വിലക്ക് നേരിട്ടപ്പോഴും പഴയ പ്രശ്നക്കാരെ തിരികെ വിളിക്കാൻ സെലക്ടർമാർ തയ്യാറായിരുന്നില്ല. തൊഴുത്തു വൃത്തിയാക്കുമെന്ന ഉറപ്പിച്ച നീക്കമായിരുന്നു പാക് ക്രിക്കറ്റ് ബോർഡിന്റേത്. പിന്നീട് കുറച്ചുകാലം ഗൗരവമായ പ്രശ്നങ്ങളൊന്നും പാകിസ്ഥാൻ ഡഗ്ഔട്ടിൽ നിന്നും പുറത്തു വന്നില്ല. എന്നാൽ ഡ്രസ്സിംഗ് റൂമിലെ വെടിനിർത്തൽ ഇത്തവണത്തെ T20 ലോകകപ്പോടെ അവസാനിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രശ്നം പഴയതിനേക്കാൾ രൂക്ഷമാണെന്ന സൂചനയും. ലോകകപ്പിൽ സൂപ്പർ 8 കാണാതെ പാകിസ്ഥാൻ ദയനീയമായി പുറത്തായതോടെയാണ് ടീമിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സ്ഥിരീകരണമുണ്ടാവുന്നത്. സഹികെട്ട് കോച്ച് ഗാരി കെർസ്റ്റൺ നടത്തിയ വെളിപ്പെടുത്തലുകൾ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി. ഞാൻ ഒരുപാട് ടീമുകളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നാൽ ഇത്തരമൊരു ഐക്യമില്ലാത്ത ടീമിന്റെ കൂടെ ആദ്യമായാണ്, ഗാരി തുറന്നടിച്ചു. T20 ലോകകപ്പ് ആരംഭിക്കും മുൻപ് തന്നെ ടീമിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഷഹീൻ അഫ്രീദിയെ മാറ്റി ബാബർ അസമിനെ നായകസ്ഥാനം തിരികെ ഏൽപ്പിച്ചു. എന്നാൽ പരിഹാരം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു. ഉപനായക സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് അഫ്രീദി പരസ്യമായി പ്രഖ്യാപിച്ചു. സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള പോര് ഒരു വശത്ത് ബാബറും അഫ്രീദിയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കിയപ്പോൾ മറുവശത്ത് മുഹമ്മദ് റിസ്വാനും അസ്വസ്ഥനായിരുന്നു. ബാബറിനേക്കാൾ നായകനാവാൻ താനാണ് അർഹനെന്നാണ് റിസ്വാന്റെ ക്ലെയിം. ഇതോടെ 15 പേരടങ്ങുന്ന ടീം 3 ചേരികളായി മാറി. ഡ്രസ്സിംഗ് റൂമിലെ ചേരിപ്പോര് കളത്തിലേക്ക് നീണ്ടപ്പോൾ പ്രശ്നം അതിരൂക്ഷമായി. ലോകകപ്പിലെ ചെറുമീനായ അമേരിക്കയോട് ദയനീയമായി പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഇതിനേക്കാൾ നാണക്കേട് ഇന്ത്യയുടെ തോൽവിയായിരുന്നു. ഡ്രോപ്പിൻ പിച്ചാണെങ്കിൽ പോലും ഇന്ത്യ ഉയർത്തിയ 120 റൺസ് വിജയലക്ഷ്യം പ്രതാപികളായ പാക് പടയ്ക്ക് എത്തിപ്പിടിക്കാമായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. നിശ്ചിത 20 ഓവറിൽ ബാബറിനും സംഘത്തിനും 113 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ പാകിസ്ഥാന്റെ സൂപ്പർ 8 വെറും സ്വപ്നങ്ങളായി അവസാനിച്ചു. ലോകകപ്പ് റിവ്യൂ മീറ്റിംഗ് പോലും എടുക്കാതെയാണ് താരങ്ങൾ അമേരിക്കയിൽ നിന്ന് പറന്നതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ അഭ്യൂഹങ്ങൾ. ഒരു ടൂർണമെന്റിൽ ദയനീയമായി തോറ്റിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ പ്രതാപം ചരിത്രത്തിൽ അവസാനിക്കാനാണ് സാധ്യത.